ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചോക്ലേറ്റ് ചിപ്സ് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പൈപ്പിംഗ് ബാഗ് അല്ലെങ്കിൽ സ്ക്വീസി ബോട്ടിൽ, പിന്നെ കുറച്ച് ബട്ടർ പേപ്പർ. ഒരു കട്ടിയുള്ള പാൻ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാം. അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ, ഒരുപാട് തിളയ്ക്കുന്ന രീതിയിലുള്ള ചൂടല്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ, പൊടിച്ച പഞ്ചസാര, പാൽപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചൂടായി നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ബ്ലെൻഡായി അതിലുള്ള ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി ഇതുപോലെ സിറപ്പി ആയിട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടതാണ്. ഒരുപാട് ചൂടാക്കാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് ഗ്ലോസി സിറപ്പി ആയിട്ട് വരുമ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ട് തണുക്കാൻ വെക്കാം. ഒരുപാട് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ കട്ടി പിടിക്കും. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ സ്ക്വീസി ബോട്ടിലോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലോ ഇതുപോലെ നിറച്ച് കൊടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ സിറപ്പ് നമ്മൾ ബോട്ടിൽ നിറച്ച് കഴിഞ്ഞു. ഇനി ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് വെച്ച് കൊടുക്കാം, ഈ കാണിക്കുന്ന പോലെ. ഒരു 10 മുതൽ 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡോട്ട്സും ഇതുപോലെ ആക്കിയെടുക്കാൻ സാധിക്കും. സമയം ചെല്ലുന്തോറും ഇത് കുറച്ച് കട്ടിയാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പൈപ്പിംഗ് ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി, മൈക്രോവേവിലോ അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വീണ്ടും ഒരു ലൂക്ക്വാം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്ന് ഇതിലേക്ക് നിറച്ച ശേഷം വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ എല്ലാ ചോക്ലേറ്റ് ചിപ്സും ഇതിലേക്ക് പൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. സാധാരണ സ്റ്റോറേജ് ഏരിയയിൽ വെച്ചെടുക്കാം, ഫ്രീസറിലല്ല. 10 മിനിറ്റ് സമയത്തിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്നിങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇളകി വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇതെല്ലാം നമുക്ക് എടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. 6 മാസം വരെ നമുക്കിത് നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. ഫ്രിഡ്ജിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിഷ്ടമുള്ള എല്ലാ റെസിപ്പീസിനും നമുക്കിത് ഉപയോഗിക്കാം. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്, മഫിൻസ്, കേക്ക്, എന്തിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോക്ലേറ്റ് ചിപ്സിൻ്റെ പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടല്ലോ. മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.